നമസ്തേ. ഇന്ന് 1201 ചിങ്ങമാസം 25 2025 സെപ്റ്റംബർ മാസം 10 ബുധനാഴ്ച. രേവതി നക്ഷത്രം 24 നാഴിക ശിഷ്ടമുള്ള ദിവസമാണ്. 24 നാഴിക 31 വിനാഴിക, അതായത് വൈകുന്നേരം 4 മണി 5 മിനിറ്റ് വരെ ഇന്ന് രേവതി നക്ഷത്രമുണ്ട്. വെളുത്തവാവ് കഴിഞ്ഞ് കറുത്തപക്ഷത്തിലെ തൃതീയ തിഥിയാണെന്ന്. കറുത്തപക്ഷത്തിലേക്കാണ് ചന്ദ്രൻ്റെ യാത്ര, തൃതീയ തിഥിയാണ്. ഇന്ന് നക്ഷത്ര വിഭാഗത്തിൽ രേവതി നക്ഷത്രം ദേവഗണത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. ദേവഗണത്തിൽ തന്നെ സ്ത്രീ നക്ഷത്രമാണ് രേവതി നക്ഷത്രം. മീനൻ രാശിയിലെ മൂന്നാമത്തെ നക്ഷത്രമാണ്. പുരുട്ടാതിയുടെ കാലും ഉത്രട്ടാതിയും രേവതിയും ചേരുന്നതാണ് മീനൻ രാശി. അങ്ങനെ മീനൻ രാശിയിലെ അവസാന നക്ഷത്രം കൂടെയായിരിക്കുന്നു. മീനൻ രാശി വ്യാഴക്ഷേത്രമാണ്. ദൈവിക സാന്നിധ്യമുള്ള ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ് രേവതി നക്ഷത്രം. ഐശ്വര്യപൂർണമായ ഒരു നക്ഷത്രമാണ്. സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സൗന്ദര്യത്തിലും മുഖഭാവത്തിലും ഒക്കെ വളരെ വിശേഷതയുള്ള പ്രത്യേകതയുള്ള നക്ഷത്രമാണ്. വിദ്യാഭ്യാസത്തിലെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ നല്ല കഴിവുകൾ തെളിയിക്കാൻ കഴിയുന്ന നക്ഷത്രമാണ്. പല സന്ദർഭത്തിലും സ്വന്തം കഴിവുകൾ മറ്റുള്ളവർക്ക് മുന്നിൽ കൂടുതൽ തൻ്റേതായ കഴിവുകൾ കാണിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ കൂടെ ഇവർക്ക് കിട്ടാറുണ്ട്. അതൊക്കെ അവർക്ക് വേണ്ട വിധത്തിൽ വിജയിക്കാൻ കഴിയും. പക്ഷെ പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുക വഴി, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറിക്കൊടുക്കുക വഴി ജീവിതത്തിൽ പിന്നിലേക്ക് പോകുന്ന ഒരുപാട് പേര് ഈ നക്ഷത്രക്കാരിലുണ്ട്. അത് ക്ഷമയോടെ യുക്തിപൂർവ്വം കൈകാര്യം ചെയ്യാത്തത് കൊണ്ടുണ്ടാക്കുന്നതാണ്. ഈ നക്ഷത്രത്തിലെ പുരുഷന്മാർ പൊതുവിൽ മറ്റുള്ളവരുടെ ഇംഗിതത്തിനെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടേതായ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടൊക്കെ നിന്നു കൊടുക്കുക വഴി ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ നേരിടുന്നതായിട്ടുണ്ട്. ഈ നക്ഷത്രത്തിലെ സ്ത്രീകളായിരിക്കുന്നവർ സൗന്ദര്യവർദ്ധക വസ്തുക്കളോടും അലങ്കാരങ്ങളോടും ആടയാഭരണങ്ങളോടുമൊക്കെ അമിത താല്പര്യമുള്ളവരാണ്. പൊതുവേ നല്ല സൗന്ദര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും അമിത ആവേശ നിമിത്തമായിട്ടൊക്കെ പലപ്പോഴും അവർക്ക് പല വിധത്തിലുള്ളതായ ദോഷങ്ങളും അബദ്ധങ്ങളും വരും. ഇവരെ മറ്റുള്ളവർക്ക് പെട്ടെന്ന് വശീകരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ളതായ അനുഭവങ്ങളും സ്വഭാവ രീതികളും ഒക്കെ ഉള്ളവരാണ് കൂടുതൽ പേരും. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ എല്ലാവരും, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ അവർക്ക് നന്നായിരിക്കും. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ളതായ ഗുണദോഷങ്ങളെ കാണിച്ചു തരികയാണ്. അതിൽ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളതായ മോശം ഫലങ്ങൾ വരാതിരിക്കാനും നല്ല ഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും നമ്മൾ തന്നെയാണ് അതിന് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. പൊതുവിൽ നല്ല ഫലങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വർഷത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു മാസത്തിൽ, ഇപ്പോൾ തൊട്ടങ്ങോട്ടുള്ളതായ ഈ ഒരു മാസത്തിൽ സൂര്യൻ ചിങ്ങൻ രാശിയിലും കന്നിരാശിയിലും സഞ്ചരിക്കുന്ന ഈ മാസത്തിൽ പൊതുവെ അത്ര ഗുണകരമല്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നക്ഷത്രക്കാർക്ക് പൊതുവിൽ 7-2 ശനി എന്ന ഒരു ദോഷം നിൽക്കുന്നുണ്ട്. 7-2 ശനിയിലെ ജന്മശനി കാലമാണ്. ചെറുതും വലുതുമായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടാം, മനപ്രയാസങ്ങളുണ്ടാക്കാം, സാമ്പത്തിക പ്രശ്നങ്ങൾ വരാം, മാതാപിതാക്കളുമായി, സഹോദരങ്ങളുമായി, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായൊക്കെ പല വിധത്തിൽ കലഹങ്ങളുണ്ടാകാനുള്ള സാധ്യത ഈ രാശിക്കാർക്കുണ്ട്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. പിന്നെ 4ാമത്തെ രാശിയിൽ വ്യാഴം നിൽക്കുന്നത് പൊതുവിൽ ഗുണകരമാണ്. ശുഭകാര്യങ്ങൾ നടക്കാനും ഗ്രഹനിർമ്മാണം പോലുള്ളതായ കാര്യങ്ങൾ നടക്കാനും മുടങ്ങിക്കിടക്കുന്ന വിഷയങ്ങളൊക്കെ അനുകൂലപ്രദമാക്കിയെടുക്കാനും ഒക്കെ കഴിയുന്ന ഒരു ഭാഗ്യം കൂടെ 4ാമത്തെ രാശിയുടെ വ്യാഴൻ്റെ സ്ഥിതിയുണ്ട്. അപ്പോൾ ഒരു സമ്മിശ്ര ഫലം എന്ന് പറയാം. കുറച്ച് ദോഷങ്ങളും കുറച്ച് ഗുണങ്ങളും ഒക്കെ കൂടെ കലർന്നിട്ടുള്ളതായ ഒരു സമയസ്ഥിതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. പൊതുവിൽ ശിവനെയും ശാസ്താവിനെയും പ്രാർത്ഥിക്കുക 7-2 ശനി ദോഷശാന്തിക്കായിട്ട്. 4ാമത്തെ രാശിയിൽ നിൽക്കുന്ന വ്യാഴനെ പ്രാർത്ഥിക്കുക ഉത്തിഷ്ഠ കാര്യസാധ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഈ നക്ഷത്രക്കാരുടെ ജനനകാലം എന്ന് പറഞ്ഞിരിക്കുന്നത് ബുധദശയിലും തുടർന്ന് കേതുർദശയും അതിൽ തുടർന്ന് ശുക്രദശയും, ഏകദേശം ഒരു 15 വയസ്സിനും 35 വയസ്സിനും ഇടയിലാണ് ഇവരുടെ ജീവിതത്തിൽ തെറ്റില്ലാത്ത ഗുണങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം. പ്രായവും സമയവും അനുകൂലപ്രദമായി നിൽക്കുന്ന ഈ കാലഘട്ടം വേണ്ട വിധത്തിൽ വിനിയോഗിച്ചാൽ ജീവിതത്തിൽ നല്ല വിജയങ്ങളിൽ എത്തിച്ചേരാൻ പറ്റും. തുടർന്ന് വരുന്ന ആദ്യത്തെ ദശയിൽ പല വിധത്തിലുള്ള ആരോഗ്യ, ശാരീരിക, മാനസിക പ്രശ്നങ്ങളും അലച്ചിലുകളും യാത്രകളും ഒക്കെ വേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ്. അതിനുശേഷം 10 വർഷം ചന്ദ്രദശയും തുടർന്ന് 7 വർഷം ചൊവ്വാദശയും
ഒക്കെ സമ്മിശ്ര ഫലങ്ങളെ സൂചിപ്പിക്കുന്നു. എങ്കിലും ചൊവ്വാദശയിലും തുടർന്ന് വരുന്ന രാഹു ദശയിലുമൊക്കെ ചെറുതും വലുതുമായ പല പല പ്രശ്നങ്ങൾ നേരിട്ടേക്കാം. അപ്പോൾ അതിനൊക്കെ നേരത്തെ കൂട്ടി തന്നെ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതും ഈശ്വര പ്രാർത്ഥനാ കാര്യങ്ങൾ ചെയ്യേണ്ടതും ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയുമാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ തെറ്റില്ലാത്ത വിജയങ്ങൾ ഉണ്ടാക്കാനും സമൂഹത്തിൽ തൻ്റേതായ കഴിവ് ഗുണങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടാനും ഒക്കെ ഉള്ളതായ ഗുണങ്ങളുള്ള ഒരു നക്ഷത്രമാണ്. വേണ്ട വിധത്തിൽ വിനിയോഗിക്കാനുള്ള അവസരം നമ്മുടെ ഭരദേവതകളും നമ്മുടെ പിതൃക്കളും നമ്മുടെ പ്രാർത്ഥനാ കാര്യങ്ങളും എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.